നമസ്കാരം. സിംപ്ലിഫൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കോർപ്പറേറ്റ് ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന ഓരോ സിറ്റുവേഷൻസും അതിനെ എങ്ങനെ 5 സ്റ്റെപ്സിൽ സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞു പോകുന്ന പ്രോഗ്രാമാണ് സിംപ്ലിഫൈ. പ്രോബ്ലംസ് ഇല്ലാത്ത ഓഫീസില്ല. അതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എസ്കലേറ്റ് ചെയ്ത് പോവുകയാണ് സാധാരണ കാണുന്നത്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എസ്കലേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് എസ്കലേറ്റ് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ അത് കൂടുതൽ വഷളാവാതെ എങ്ങനെ നോക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. നമ്മളുടെ ഓഫീസിൽ നിങ്ങളൊരു എംപ്ലോയർ ആയിക്കോട്ടെ, എംപ്ലോയി ആയിക്കോട്ടെ, ടീം ലീഡർ ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും പല ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് വരുന്നത്. പലതും ഇമോഷണൽ പ്രോബ്ലംസ് വരും. അതായത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇമോഷണൽ ഇഷ്യൂസ് നമ്മുടെ അടുത്ത് വന്ന് പറയും. ചിലപ്പോൾ നമ്മളതിന് റിയാക്ട് ചെയ്യുമ്പോൾ വരുന്ന പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പായിട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോബ്ലംസിനെല്ലാം നമ്മളൊന്ന് ജനറലൈസ് ചെയ്ത് പ്രോബ്ലംസ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് എസ്കലേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നാണ് നമ്മളിന്ന് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തുള്ള മുഴുവൻ പ്രോബ്ലംസും സോൾവ് ചെയ്യേണ്ട നമ്മളല്ല. നമ്മൾ സൂപ്പർമാനോ സ്പൈഡർമാനോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ടിപ്പ് നമ്പർ 1 is know when to interfere into a problem. 2 ആൾക്കാർ തമ്മിൽ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മളെ കൺസേൺ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനകത്ത് ഇടപെടരുത്. ഓക്കെ. അതുപോലെ നമ്മളുടെ ടീം മെമ്പേഴ്സ് പല ആൾക്കാരും നമ്മുടെ അടുത്ത് വന്ന് ഇഷ്യൂസ് പറയുമ്പോൾ അവർ നമ്മളുടെ ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു എന്താണ് പറയുക ഇമ്മീഡിയറ്റ് ഒരു റിയാക്ഷനോ അല്ല പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും അവർ വന്ന് അവരുടെ കൺസേൺസ് നമ്മളുടെ അടുത്ത് റേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പേഷ്യൻ്റായിട്ട് കേൾക്കുക എന്നുള്ളതാണ്. So, whenever you are faced with a problem, identify whether it is something you need to interfere. നമ്മളിത് ഇൻ്റർഫിയർ ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അങ്ങനെ ഇൻ്റർഫിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏത് ലെവലിൽ ഇൻ്റർഫിയർ ചെയ്യണമെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ചിലതിൽ നമ്മൾ കേട്ടിരുന്നാൽ മതി, ചിലതിൽ നമ്മൾ സജഷൻസ് കൊടുക്കണം, ചിലതിൽ നമ്മൾ മൂന്നാമതൊരാളോട്, അതായത് നമ്മുടെ ടീം ലീഡറിനോടോ ബോസിനോടോ ഇത് പറഞ്ഞ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളും കൂടെ ഇൻ്റർഫിയർ ചെയ്യേണ്ട പ്രോബ്ലം ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള ഒരു വർക്ക് ഫ്ലോ നമ്മളിത് ആദ്യം ആലോചിച്ചെടുക്കാം. അതിനുശേഷം മാത്രമേ നമ്മൾ ഇതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാൻ പാടുള്ളൂ. പലതും കേട്ടിരിക്കുന്നത് എളുപ്പമാണ്, പക്ഷേ ചിലതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അതായത് ചിലതിന് പെട്ടെന്ന് നമ്മൾ ഒരു റിയാക്ഷനോ അല്ലെങ്കിൽ നമ്മളൊരു സജഷനോ അല്ലെങ്കിൽ ഇത് നമ്മളുടെ മുകളിലുള്ള ആൾക്കാരിലോട്ട് പറഞ്ഞു കൊടുക്കേണ്ടതോ ഒരു ഇഷ്യൂ ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ അവിടെയാണ് നമ്മുടെ ടിപ്പ് നമ്പർ 2 വരുന്നത്. അതായത് ഈഫ് റിക്വയർഡ് അഡ്രസ് ദ ഇഷ്യൂ പ്രോംപ്റ്റ്ലി. നമ്മളൊരു പ്രോബ്ലം അവിടെ ഇരുന്ന് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് അത് വഷളായി ആകെ ബോറായി കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഇൻ്റർഫിയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് നമ്മുടെ കയ്യിൽ നിന്നൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈഫ് റിക്വയർഡ് അത് നോട്ട് ചെയ്യണം. ഈഫ് റിക്വയർഡ് അഡ്രസ് ദ ഇഷ്യൂ പ്രോംപ്റ്റ്ലി. നമ്മൾ ഏതൊരു പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും ആ പ്രോബ്ലം അവിടെ തീരുമോ അല്ലെങ്കിൽ അത് അടുത്ത ലെവലിലേക്ക് എസ്കലേറ്റ് ചെയ്ത് പോവോ എന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഓർക്കേണ്ട കാര്യമാണ്, നമ്മൾ ഒരാളെ പറ്റിയിട്ട് പറയുമ്പോൾ, അതായത് ഒരാൾ നമ്മുടെ പ്രോബ്ലം വന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നെവർ യൂസ് യു, യൂസ് ഐദർ ഐ ഓർ വി. നമ്മളുടെ ടീമിൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഇങ്ങനെ വന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ ഒരാളെ പോയിന്റ് ചെയ്തിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ കേൾക്കുന്ന ആൾക്ക് കുറച്ചും കൂടെ പാസീവായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേസമയം നിങ്ങളിങ്ങനെ ചെയ്തതുകൊണ്ടാണ് പറ്റുന്നത്, നിങ്ങളിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്നൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊരു സജഷനോ അല്ലെങ്കിൽ ഒരു എംപത്തറ്റിക് ലെസണിങ്ങോ അല്ലെങ്കിൽ ഒരു ഹെൽപ്ഫുൾ സ്ട്രാറ്റജി ആയിട്ടല്ല അവർ കാണുന്ന അവരുടെ ബ്രെയിൻ ഉടനെ ഡിറ്റക്ട് ചെയ്തു നിന്നാൽ ഇവർ നമ്മളെ കുറ്റം പറയുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അവർ കൊടുക്കുന്നത്. കാരണം എപ്പോഴും ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ലോജിക്കലി അല്ല ഇമോഷണലിയാണ് തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇമോഷണലി തിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരാളെ പോയിന്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അവർ അഗ്രസീവ് ആവാനുള്ള ചാൻസാണ് കൂടുതലായിട്ട് കാണുന്നത്. സോ ദ ടിപ്പ് നമ്പർ 3 is always use we and never you. നമ്മുടെ ഒരു കോർപ്പറേറ്റ് കൾച്ചറിൽ മെജോറിറ്റി പ്രോബ്ലംസും അറൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നമ്മുടെ റോൾസും റെസ്പോൺസിബിലിറ്റീസും അക്കൗണ്ടബിലിറ്റിയും ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്.
അതായത് ഒരു ടീമിൽ 5 പേരുണ്ടെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പം ഈ പ്രോജക്റ്റിൻ്റെ സെഗ്മെൻറ്റ് എ അത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്, അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ റോള് വളരെ ഡിഫൈൻഡ് ആണ്. അവർ ചെയ്യുന്ന അക്കൗണ്ടബിലിറ്റി, അവരുടെ റെസ്പോൺസിബിലിറ്റി അതിനകത്ത് ഡിഫൈൻഡ് ആണ്. അങ്ങനെ വരുമ്പോൾ അവരത് കാര്യമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ നമ്മൾ അങ്ങനെയല്ലാതെ ഒരു പ്രോജക്റ്റ് കിട്ടുമ്പോൾ 5 പേരും കൂടെ നിങ്ങൾ എല്ലാവരും കൂടെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏത് പാർട്ടാണ് അവരവർ ചെയ്യേണ്ടതെന്ന് ക്ലാരിഫൈ ചെയ്തല്ല. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ അവരുടെ പോയിന്റ് അല്ലെങ്കിൽ അവരുടെ റോള് കറക്റ്റായിട്ട് പ്ലേ ചെയ്യണം എന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇതിനിടയിൽ തർക്കം വരും. എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ ആ ബ്ലെയിം എല്ലാവരിലോട്ടും പോകും. അപ്പോൾ ആ ഒരാൾ പറയും ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നില്ല, അയാൾ ചെയ്യേണ്ടതായിരുന്നു. അയാൾ പറയും എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഇങ്ങനെയാണ് കൂടുതലും പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ ദ ടിപ്പ് നമ്പർ 4 ഇസ് ഐഡൻറ്റിഫൈ റെസ്പോൺസിബിലിറ്റീസ്, റോൾസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി വെരി ക്ലിയർലി. നമ്മൾ അവരുടെ റോൾസ് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസും അക്കൗണ്ടബിലിറ്റിയും ക്ലാരിഫൈ ചെയ്ത് ഓരോരുത്തർക്കും വെൽ ഡിഫൈൻഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുമാതിരിയുള്ള കോർപ്പറേറ്റ് ഇഷ്യൂസൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ സെഗ്മെൻറ്റ് 1 നമുക്ക് ആ പ്രോജക്റ്റിൻ്റെ സെഗ്മെൻറ്റ് 1 പ്രോബ്ലം വരുന്നെങ്കിൽ അത് ആർക്കാണോ കൊടുത്താൽ അവരോട് മാത്രം ചോദിച്ചാൽ മതി എന്താ ഇങ്ങനെ പറ്റിയത്. മാത്രമല്ല അവർക്കറിയാം ഇത് തൊട്ട് ഇതുവരെയുള്ളത് എൻ്റെ റോളാണെന്ന് അറിയുമ്പോൾ അതിനകത്ത് പ്രോബ്ലംസ് വരാതിരിക്കാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിക്കുകയും ചെയ്യും. ഏതൊരു പ്രോബ്ലം നമ്മുടെ കോർപ്പറേറ്റ് ലൈഫിലോ റിയൽ ലൈഫിലോ വരുമ്പോൾ അതിനകത്ത് നമുക്ക് സൊല്യൂഷൻ വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ട കാര്യമാണ് ട്രെയിൻ യുവർ സെൽഫ് ഇൻ ഇമോഷണൽ ഇൻ്റലിജൻസ്. എന്താണ് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ്? അതായത് നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുന്നത്, നമ്മളെപ്പോൾ റിയാക്ട് ചെയ്യണം എന്ന് തിരിച്ചറിയുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോബ്ലം എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെ റെസ്പെക്റ്റീവായിട്ടുള്ള അതോറിറ്റേറ്റീവായിട്ടുള്ള ഒരു പേഴ്സണോട് മാത്രം പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ടീമിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ടീം ലീഡർ ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്തില്ല എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇമ്മീഡിയറ്റ് ബോസോ ആരാണെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് മാത്രം പറയുക. അല്ലാതെ നമ്മൾ ഓഫീസിൽ മുഴുവൻ നടന്ന് പറയുമ്പോൾ അത് ആക്ച്വലി പ്രോബ്ലം സോൾവിങ് അല്ല, പകരം ഗോസിപ്പായിട്ടാണ് മാറുന്നത്. ഇത് ഇയാൾ കേൾക്കുമ്പോൾ അടുത്ത അടിക്കുള്ള എല്ലാ കാര്യവും സെറ്റായി. അപ്പോൾ പ്രോബ്ലം എസ്കലേറ്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും വി ഷുഡ് ഓൾവേസ് ട്രെയിൻ അവർസെൽസ് ഇൻ ഇമോഷണലി ഇൻ്റലിജൻസ് സ്പെക്ട്രം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് വരുന്ന പ്രോബ്ലംസ് കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പാർട്ട് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം പറയുക. അതാണ് നമ്മൾ ഒരു ഇമോഷണലി ഇൻ്റലിജൻറ്റ് പേഴ്സൺ ആണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ പറഞ്ഞ 5 ടിപ്സും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓഫീസിലും അല്ലെങ്കിൽ നിങ്ങളുടെ കോർപ്പറേറ്റ് ലൈഫിലായിക്കോട്ടെ അല്ലെങ്കിൽ റിയൽ ലൈഫിലായിക്കോട്ടെ അതിൽ വരുന്ന ഇഷ്യൂസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സോൾവ് ചെയ്യാൻ പറ്റും. എങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും കോർപ്പറേറ്റ് ലൈഫ് വളരെ പീസ്ഫുള്ളായി പോകട്ടെ. അവർ നിങ്ങളുടെ ഒരു സിറ്റുവേഷനിലും നിങ്ങളുടെ കോർപ്പറേറ്റ് ലൈഫിൻ്റെ ഒരു സ്പെക്ട്രത്തിലും നിങ്ങൾക്ക് പ്രോബ്ലംസ് വരാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ. താങ്ക് യു.